ഹായ്. അപ്പോൾ ക്രിക്കറ്റാണ് നമ്മൾ പറയുന്നത്. ക്രിക്കറ്റിനെ പറ്റി പറയണ്ടേ? കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ നമ്മൾ ചെയ്തത് വേണ്ടെന്ന് വിചാരിച്ച് ചെയ്ത വീഡിയോ. ഈ പ്രാവശ്യം ടെസ്റ്റിനെ പറ്റി ചെയ്യേണ്ടെന്നേ വിചാരിച്ചതാണ്. പക്ഷേ അത് നമ്മൾ ചെയ്യാണ്ടിരിക്കാൻ പറ്റാത്തതുകൊണ്ട് അത് ചെയ്തതാണ് ആ ഒരു വീഡിയോ. അപ്പോൾ അതിൻ്റെ ഒരു ഫോളോ അപ്പ് വീഡിയോ തന്നെയാണിത്. നമ്മൾ ആ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്തത് വേറെ ഒന്നുമല്ല, രോഹിത് ശർമ്മയുടെ ഇന്ത്യൻ ടീമിലുള്ള നിലവിലത്തെ സാഹചര്യം, അത് ടീമിനെ എങ്ങനെ ബാധിക്കുന്നു, പുള്ളിനെ എങ്ങനെ ബാധിക്കുന്നു, ഇന്ത്യയുടെ സാധ്യതകൾ എങ്ങനെ ബാധിക്കുന്നു, അതാണ് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ചെയ്തത്. അപ്പോൾ രോഹിത് ശർമ്മനെ അവർ മാറ്റി 5ാം ടെസ്റ്റ്. ഓക്കെ, ടോട്ടൽ 5 ടെസ്റ്റിൽ 3-1 ഇന്ത്യ അടിയറവ് പറഞ്ഞു, ഒരെണ്ണം ടൈ ആയി. ശരിക്കും ഈ ടെസ്റ്റ് തുടങ്ങിയത് അറിയാലോ, അടിപൊളിയായിട്ട് തുടങ്ങിയൊരു ടെസ്റ്റാണ്. ഇന്ത്യ സർവ്വാധിപത്യത്തോടുകൂടി വിജയിച്ച ടെസ്റ്റ്. ബുംറ ക്യാപ്റ്റനായിട്ട് ഇന്ത്യ ഭയങ്കര സൂചനകൾ നൽകിയൊരു ടെസ്റ്റ് തന്നെയായിരുന്നു. ആ ടെസ്റ്റാണ് ഈ കോലത്തിൽ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. ഇവന്മാരൊക്കെ എന്താ പിന്നെ പറയേണ്ടത്? എന്തായാലും അത് കഴിഞ്ഞു, നമ്മൾ ചെയ്തതാണ് വീഡിയോ. 5ാം ടെസ്റ്റ് രോഹിത് ശർമ്മനെ മാറ്റി ബുംറയെ തന്നെ ക്യാപ്റ്റനാക്കി ഗില്ലിനെ ആഡ് ചെയ്തു. വലിയ കുഴപ്പമില്ലാതെ ഇന്ത്യക്ക് സാധ്യതകൾ ഉണ്ടായിരുന്നു. ഈ ബാക്കി നടന്ന ടെസ്റ്റുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യക്ക് ജയസാധ്യത ഉണ്ടായിരുന്ന ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ ടെസ്റ്റാണ്, 5ാം ടെസ്റ്റാണ്. പക്ഷേ ഇന്ത്യ തോറ്റു. 3ാമത്തെ ദിവസം തന്നെ കളി കഴിഞ്ഞു. അതായത് ജയിക്കാൻ വേണ്ടിയിരുന്നത് ഓസ്ട്രേലിയക്ക് 155 റൺസ് മതിയായിരുന്നു. സ്റ്റിൽ ഇന്ത്യ ഫൈറ്റ് ചെയ്തെന്ന് തന്നെ പറയാം. ഈ ഒരു ടീമിന് ഫൈറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ടീം തന്നെയായിരുന്നു. കുറച്ചും കൂടി ആ ഒരു ഇന്ത്യനെ ആദ്യം തുടങ്ങി ഇങ്ങോട്ട് ബാധിച്ച ആ ഒരു സെഡേഷൻ ഉണ്ടല്ലോ, അതില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ലായിരുന്നു ഈ ടെസ്റ്റ്. ഈ 5ാം ടെസ്റ്റ് ഇങ്ങനെ ആയിരിക്കില്ല, ബാക്കിയുള്ള ടെസ്റ്റുകൾ ഇങ്ങനെ ആയിരിക്കില്ല. ഞാൻ അതിനെപ്പറ്റി വ്യക്തമായെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ടെസ്റ്റ് ഇന്ത്യ ഫൈറ്റ് ചെയ്തു, ദേ ഫോട്ട് ബാക്ക്, അത്രേ പറയാനുള്ളൂ ഇതിനകത്ത്. ബട്ട് നഷ്ടമായി. അത് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ആ ഒരു ആലസ്യത്തിൽ, ഒരു മയക്കത്തിൽ നിന്ന് മൊത്തം നഷ്ടപ്പെട്ട ഒരാൾക്കാരെ പോലെ നിന്ന് ഇത് ജയിച്ചിട്ടും വലിയ കാര്യമില്ല എന്നുള്ളൊരു അവസ്ഥയിലൊക്കെ വന്നുകൊണ്ടുള്ള ഒരു ഇതാണ്. ബട്ട് ഇന്ത്യ ഫൈറ്റ് ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും. ഇത് പറയേണ്ട ഒന്നുകൂടി കാര്യങ്ങൾ, ബുംറയുടെ പ്രസൻസ് തന്നെയാണ്. ബുംറേനെയാണ് ബെസ്റ്റ് ബൗളറായിട്ട് അതിനകത്ത് ചൂസ് ചെയ്തിരിക്കുന്നത്. ഈ സീരീസിൻ്റെ ബെസ്റ്റ് ബാറ്റ്സ്മാനായിട്ട് ഹെഡിനെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും വേറെ പറയാനുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോഴത് ഓർക്കുമ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുന്നു. ഇത്രയും വലിയ എസ്റ്റാബ്ലിഷ് ആയിട്ട് നിൽക്കുന്ന ഒരു BCCI എന്ന് പറഞ്ഞ ഒരു ഫാമിലി ചിന്തിക്കാൻ കഴിവില്ലാത്ത ആൾക്കാരാണോ? അല്ലെങ്കിൽ ഈ കളി ഇന്ത്യക്ക് പിടിക്കായിരുന്നു. ഈ കളി മാത്രമല്ല, ഈ കഴിഞ്ഞ ന്യൂസിലൻഡ് സീരീസൊക്കെ എത്ര ഈസി ആയിട്ട് പിടിക്കാൻ പറ്റിയ സീരീസ് ആയിരുന്നു. അത് എവിടെയാണ് പ്രശ്നം എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലായി. ഓട്ടെ, ആ സീരീസ് കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയി. അപ്പോൾ തന്നെ മനസ്സിലായില്ല എവിടെയാണ് പ്രശ്നം എന്നുള്ളത്. ആ സെയിം മിസ്റ്റേക്ക് അത് ഇത്രയും വേണ്ടിയിരുന്ന നെസസറി ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ മിസ്റ്റേക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് 5 ടെസ്റ്റ് കയ്യിൽ നിന്ന് കളഞ്ഞെന്ന് പറയുന്നത് അത് BCCI സ്വയം ഇരിക്കണം നിങ്ങളുടെ മുഖത്തേക്ക്. അത് തന്നെയാണ് ചെയ്യണം. അതിനകത്ത് വേറെ ഒരു വാക്കും പറയാനൊന്നുമില്ല. അതിനകത്ത് ആ 3 ടെസ്റ്റ് അത് പോയി വൈറ്റ് വാഷ് ചെയ്ത് ഇന്ത്യയിൽ വന്ന് ഇന്ത്യനെ വൈറ്റ് വാഷ് ചെയ്ത് പോയി ന്യൂസിലാൻഡ്. അത് കഴിഞ്ഞു. അത് തന്നെ വലിയ നാണക്കേടായിരുന്നു. അതിനുശേഷം ഓസ്ട്രേലിയ വന്നിട്ട് ഫസ്റ്റ് ടെസ്റ്റ് ജയിച്ചു. ഒരു നല്ലൊരു സൂചന നൽകി. ഇന്ത്യയുടെ പ്രശ്നം എവിടെയാണ് അവിടെയും കാണിച്ചു തന്നു. ആ പ്രശ്നത്തെ വീണ്ടും അതിനകത്ത് നിർത്തി കളിയെല്ലാം തോൽപ്പിച്ച് കഴിഞ്ഞ് വീണ്ടും 5ാമത്തെ ടെസ്റ്റിൽ ഒരു റിലാക്സേഷൻ പോലെ വീണ്ടും ടീം പഴയ ടീമാക്കിയിരിക്കുന്നു. ബട്ട് കുഴപ്പമില്ല, ഇതോടെ തീരുമാനമാവില്ല എല്ലാ കാര്യങ്ങളും. അപ്പോൾ ബാക്കി ഇതിനകത്തൊന്നും പറയാനില്ല. ഇപ്പോൾ ഈ 5ാം ടെസ്റ്റിൽ പറയേണ്ട കേസിൽ വിരാട് കോഹ്ലിൻ്റെ ഒരു പ്രശ്നം. വിരാട് കോഹ്ലിനെ അറിയാമല്ലോ. കിങ് കോഹ്ലി എന്ന് പറയുന്നതിൻ്റെ ഒന്നാമത്തെ കാര്യം, അദ്ദേഹം അന്ന് കുതിച്ച് പോയിക്കൊണ്ടിരുന്ന വെച്ചാൽ ഒരു റൂട്ടുണ്ട് അയാളുടെ. വേറെ പ്രാരാബ്ദങ്ങളോ കാര്യങ്ങളോ ഇല്ലാത്ത പോലത്തെ ഫുൾ ക്രിക്കറ്റിന് വേണ്ടി മാത്രം നിന്ന വെച്ച ഒരു ടൈം ഉണ്ടായിരുന്നു. ആ ടൈമാണ് പുള്ളി ഇങ്ങനെ ആ ഒരു വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പുള്ളി നല്ല ഒരു നോൺ വെജ് വർക്കൗട്ടായിരുന്നു. നോൺ വെജ് ഫുഡൊക്കെ തന്നെയായിരുന്നു പുള്ളി അന്ന് ചെയ്തിട്ടുണ്ടെന്ന്. അതങ്ങനെ വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നല്ല ഇങ്ങനെ കത്ത് കയറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അവിടെയും പുള്ളിക്കൊരു പ്രശ്നം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, അനുഷ്ക ശർമ്മനെ കാണുമ്പോഴുള്ള പുള്ളിയുടെ ഒരു ചാഞ്ചാട്ടമാണ്. ബാക്കി ലോകത്തൊന്നിനും പുള്ളിനെ വീഴ്ത്താൻ പറ്റിയില്ലായിരുന്നു. ഒരു ബോളർക്ക്, ഒരു രാജ്യത്തിനോ, ഒരു സ്ലഡ്ജിനോ ഒന്നിനും പറ്റത്തില്ലായിരുന്നു. പക്ഷേ അനുഷ്ക ശർമ്മയായിട്ടുള്ള പുള്ളിയുടെ മീറ്റിംഗ്, അത് പലപ്പോഴും പുള്ളിയുടെ പെർഫോമൻസ് ഡൗൺ ആക്കി പോയിട്ടുണ്ട്. പക്ഷേ അവരുള്ള വേദിയിൽ പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അന്ന് പുള്ളിക്കുണ്ടായിരുന്ന കളി മാത്രം എന്നുള്ള ഒരു ചിന്തയൊക്കെ പുള്ളിക്ക് പോയായിരുന്നു. ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട് പോയി. അതെനിക്ക് മെയിനായിട്ട് തോന്നിയത് പുള്ളിയുടെ സ്പൈനൽ കോഡിനൊരു പരിക്ക് വന്നു സൗത്ത് ആഫ്രിക്ക വെച്ചിട്ട്. അതിനുശേഷമാണ് പുള്ളി നോൺ വെജ് ഫുഡൊക്കെ ഡയറ്റിൽ നിന്ന് മാറ്റി പുള്ളി ഒരു ഇതായത്. നോൺ വെജ് കഴിച്ചിട്ടുള്ള സമയത്ത് ആ നോൺ വെജിൻ്റെ ആ ഒരു ആനിമലിനെ പോലത്തെ ഒരു രീതിയായിരുന്നു പുള്ളിക്ക്. പക്ഷേ അത് മാറ്റി പുള്ളി ഇപ്പോൾ ഒരു ഡയറ്റ് എന്ന് പറഞ്ഞാൽ വെജ് പ്രോട്ടീനാണ് കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ ആൾ പ്രായമായി വരുന്നു, അതിൻ്റെതായ ക്ഷീണം കാര്യങ്ങൾ, അല്ലെങ്കിൽ പിന്നെ ഫാമിലി ആയിട്ടുള്ള കാര്യങ്ങൾ. പുള്ളി എങ്ങനെയെങ്കിലും ടീമിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു സ്കോർ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. എനിക്ക് അതിലാണൊരു ഇതായി പോയത്, ഒരു വിഷമം. പുള്ളി ശരിക്കും വിരമിക്കേണ്ട സമയമായിട്ടുണ്ട്. കാര്യം സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തുക എന്ന് തന്നെ പറയുന്നതാണ് നല്ലത്. കാര്യം പിന്നെ പല ആൾക്കാരും പറയുന്നുണ്ട് സച്ചിനുമായിട്ടുള്ള കമ്പാരിസൺ, വിരാട് കോഹ്ലിയാണ് സംഭവം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓർക്കുക, സച്ചിൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ബാറ്റ് കൊണ്ട് മാത്രം ബോളിനെ ഫേസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ബാറ്റ്, ഫുഡ് വർക്ക്, ഇതല്ലാണ്ട് പുള്ളിക്കില്ല. പുള്ളി ബാറ്റിനെ ഏത് എക്സ്റ്റൻഷൻ വരെ പുള്ളി ബാറ്റിനെ ത്രോ ചെയ്ത് കളിക്കും. ബാറ്റിനെ ഇങ്ങനെ സ്വിങ് ചെയ്ത് പുള്ളി കളിക്കാറുണ്ട്, ഏത് എക്സ്റ്റൻഷൻ വരെ. അത് ഓഫ് സ്റ്റമ്പിലായാലും എല്ലാ രീതിക്കും
പുള്ളി ഒരു ബാറ്റിലാണ് പെർഫോം ചെയ്യണമെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. വിരാട് കോഹ്ലി അതേസമയം അതായത് പുള്ളി സച്ചിൻ ബാറ്റ് ചെയ്യണത് ക്ലോസ് ടു ബാറ്റ്, അതായത് ക്ലോസ് ടു ബോഡിയും ബാറ്റ് ചെയ്യും, എവേ ദ ബോഡിയും ബാറ്റ് ചെയ്യും. പുള്ളിക്ക് അങ്ങനെയാണ് പുള്ളി ബാറ്റിനെ യൂസ് ചെയ്യുന്നത്. ബാറ്റ് എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ തൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണെന്നുള്ളത് അതാണ് പുള്ളിയുടെ പെർഫോം ചെയ്യുന്നത്. അതാണ് പുള്ളിയുടെ ഓരോ കാലഘട്ടത്തിലും പുള്ളിനെ തന്നെ പരിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നിലവിൽ വിരാട് കോഹ്ലിയൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നങ്ങൾ സച്ചിനൊന്നും ഒരിക്കലും സച്ചിൻ 50 വയസ്സ് വരെ കളിച്ചാൽ പോലും ഫേസ് ചെയ്യുക. കാര്യം സച്ചിൻ ക്രിക്കറ്റിനെ അല്ലെങ്കിൽ ക്രിക്കറ്റ് ഷോട്ടുകളെ മനസ്സിലാക്കിയിരിക്കുന്നതും പുള്ളി അതിനുവേണ്ടി ഒരു സമയം അതിനെ പഠിച്ചുകൊണ്ടിരിക്കുന്നതും വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ കോഹ്ലിയാണോ സച്ചിനാണോ എന്നുള്ള ചോദ്യത്തിന് കൺസിസ്റ്റൻസി അല്ലെങ്കിൽ പെർഫോമൻസ് നോക്കുമ്പോൾ ചിലപ്പോൾ കോഹ്ലിനെ പറയാം. അല്ലെങ്കിൽ ഒരു ബാറ്റിൽ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അത് ഓഫ് കോഴ്സ് സച്ചിനെ തന്നെയാണ് പറയാനുള്ളത്. അത് പുള്ളി ആ ബ്യൂട്ടി കൊണ്ടുവന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കാര്യം പുള്ളി ചെയ്യുന്ന ക്ലാസ് ഷോട്ടുകൾ അത് വളരെ സ്ലോ ബോളിൽ നമുക്ക് ബ്രെയിനൊക്കെ കോർഡിനേറ്റ് ചെയ്ത് പ്ലേ ചെയ്യാൻ പറ്റും. സച്ചിൻ അത്രയും ഫാസ്റ്റ് ബോളിലും ആ ഒരു ബ്യൂട്ടി, ആ ഷോട്ടുകളുടെ ആ ഒരു നോട്ട്സ് എല്ലാം ടച്ച് ചെയ്യണത് അത് ഭയങ്കര അത്രയും ഹാർഡ് വർക്ക് പുള്ളി നെറ്റിൽ അത്രയും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടാണ് പുള്ളി അത് ചെയ്യുന്നത്. പിന്നെ പുള്ളി ആ രീതിക്ക് തന്നെ അതിനെ ബ്രെയിനെ കൊണ്ടുപോയിട്ടുണ്ടാണ്. അപ്പോൾ അതിനെപ്പറ്റി പുള്ളി പറയുന്നില്ല, അതിനെപ്പറ്റി പറയണ വേറെ കുറേ പറയേണ്ടി വരും. അപ്പോൾ എന്താണ് എനിക്ക് മനസ്സിലായൊരു കാര്യം, കോഹ്ലി ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം, കോഹ്ലി ഒരു പക്ക ടീമിന് വേണ്ടി മാത്രം ക്രിക്കറ്റിന് വേണ്ടി മാത്രം നിലനിൽക്കുന്ന ഒരാളായിരുന്നു ഒരു കാലത്ത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. അവിടെയാണ് സച്ചിനും കോഹ്ലിയായിട്ടുള്ള വ്യത്യാസം. സച്ചിൻ ത്രൂ ഔട്ട് ക്രിക്കറ്റ് അതൊരു സംഭവമില്ല. ലോക ക്രിക്കറ്റിൻ്റെ ബ്രാൻഡ് അംബാസിഡർ സച്ചിൻ തന്നെയാണ്. അതിൽ എത്ര ആൾ വന്നെന്ന് പറഞ്ഞാലും അതിൻ്റെ അപ്പുറം അത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കോഹ്ലിയുടെ അവസ്ഥകൾ കൂടി കാണുമ്പോൾ നമുക്കത് വ്യക്തമാണ്. ഓക്കെ, അത് പല ആൾക്കാർക്ക് സംശയം ഉണ്ടായിരുന്നു അവർ സച്ചിനാണോ കോഹ്ലിയാണെന്നുള്ളത്. കുറേ ചർച്ചകളും കുറേ ഡിസ്കഷനും കുറേ ഫാൻ ഫൈറ്റ്സ് ഒക്കെ നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടു. ആ ഫാൻസിന് വേണ്ടിയിട്ടുള്ള മാനിഫെസ്റ്റോ ആയിരിക്കണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യക്തമായിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്താണ് സച്ചിൻ എന്നും എന്താണ് കോഹ്ലി എന്നുള്ളത്. കോഹ്ലി ഓഫ് കോഴ്സ് മോശപ്പെട്ട താരം ഒന്നുമല്ല. കോഹ്ലി കിങ് ആണ്, കിങ്, അതൊരു സംശയമൊന്നുമില്ല. അത് ഇപ്പോൾ രണ്ടുപേരും ക്രിക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്ന രീതികൾ വ്യത്യാസമുണ്ട്, കാലഘട്ടം വ്യത്യാസമുണ്ട്. സച്ചിൻ ഉപയോഗിക്കുന്ന ബാറ്റിംഗ് ശൈലി, സച്ചിൻ ബാറ്റിംഗ് ഷോട്ടുകളെ അല്ലെങ്കിൽ സച്ചിൻ ഓരോ ഷോട്ടുകളെ അപ്രോച്ച് ചെയ്യുന്നത് പഠിക്കുന്നത് തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. സച്ചിൻ ത്രൂ ഔട്ട് ഒരു ബെസ്റ്റ് ക്രിക്കറ്റ് ഒബ്സർവർ ആയിരുന്നു. അതുകൊണ്ടാണ് സച്ചിന് ഇത്രയും ആ ഷോട്ടുകൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത്, അതിൽ പ്രാക്ടീസിലൂടെ ആ ഷോട്ടുകൾ അച്ചീവ് ചെയ്യാൻ പറ്റിയത്. കാലഘട്ടത്തിനനുസരിച്ച് തനിക്ക് എവിടെയൊക്കെ ഒരു ഹാർഡിൽ വരുന്നു, ഒരു ബ്ലോക്ക് വരുന്നു, അവിടെ ആ സമയത്തൊക്കെ പുള്ളിനെ തന്നെ പഠിച്ചുകൊണ്ടിരുന്നു, പുള്ളിനെ തന്നെ മാറ്റം വരുത്തിക്കൊണ്ടിരുന്നു, ബോളേഴ്സിനെ പഠിച്ചുകൊണ്ടിരുന്നു, ഫുട് വർക്കിനെ മാറ്റിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. കാര്യം അത്രയും വലിയൊരു കരിയർ സച്ചിൻ ഉണ്ടായിരുന്നു. പഠിക്കാനും സമയം റെസ്റ്റ് എടുക്കാനും തിരിച്ചു വരാനും മെഡിറ്റേറ്റ് ചെയ്യാനും ഉണ്ടായിരുന്നു. കോഹ്ലിക്ക് അതിനുള്ള സമയമില്ലായിരുന്നു. രണ്ടുപേരും കളിക്കുന്ന സാഹചര്യം വ്യത്യാസമുണ്ട്. സച്ചിൻ എനിക്ക് തോന്നുന്നു സച്ചിൻ അനുഭവിച്ചൊരു ടെൻഷൻ എന്ന് പറയുന്നത് ഇത്തരം ആൾക്കാരുടെ പ്രതീക്ഷകൾ നിലനിർത്തുമ്പോഴാണ്. കോഹ്ലി അനുഭവിക്കുന്ന ടെൻഷൻ എന്ന് പറഞ്ഞാൽ ടീമിൽ നിന്ന് പുറത്തു പോകുന്നുള്ളത് കൂടിയുണ്ട്. അതൊരു വ്യത്യാസമാണ്. സച്ചിൻ ഒരിക്കലും ടീമിൽ നിന്ന് പുറത്തു പോകുന്നുള്ള ഒരു വിഷയങ്ങൾ സച്ചിൻ ഒരിക്കലും വന്നിട്ടില്ല. ഒന്നാമത്തെ കാര്യം സച്ചിൻ ബാറ്റിങ്ങിൽ നിലനിർത്തിക്കൊണ്ടിരുന്ന പുതുമ തന്നെയായിരുന്നു. അത് ഏത് സാഹചര്യത്തിലും പുള്ളിക്ക് അത് പറ്റുമായിരുന്നു. പുള്ളി അങ്ങനെയാണ് ക്രിക്കറ്റിനെ അപ്രോച്ച് ചെയ്തത്. കോഹ്ലിൻ്റെ കേസ് പറയുമ്പോൾ ഇതാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. കോഹ്ലി ക്രിക്കറ്റിനേക്കാളും ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് കോഹ്ലിക്ക്. ആ ഒരു സാഹചര്യത്തിലൂടെയാണ് കോഹ്ലി പോകുന്നത്. കോഹ്ലി ത്രൂ ഔട്ട് ക്രിക്കറ്റിൽ ഇപ്പോൾ മറ്റുള്ളവർ വന്നിരിക്കുന്ന പോലെ കമൻറ്റേറ്ററായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രൂപത്തിലേക്കൊന്നും ഇതിൽ നിന്നൊക്കെ വിരമിച്ച് കഴിഞ്ഞാൽ ഉടനെ വരുമെന്ന് എനിക്ക് സംശയമുണ്ട്. കോഹ്ലി അത്രയും ഫാമിലിയിലൂടെ സ്പെൻഡ് ചെയ്യാനും ഫാമിലിയെ അത്രയും ലവ് ചെയ്യുന്നുണ്ട് പുള്ളി. ചിലപ്പോൾ ആ ഒരു ടൈമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് വർഷം കൂടി കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ക്രിക്കറ്റിൻ്റെ വേറെ ഫോർമാറ്റിലേക്കും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരാൻ സാധ്യതയുള്ളത്. ഓക്കെ, കോഹ്ലിയിൽ നിന്നും ആൾക്കാർക്ക് പുതിയതായിട്ട് എന്തെങ്കിലും കോഹ്ലിക്ക് എന്തെങ്കിലും പഠിപ്പിക്കാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം കോഹ്ലി അങ്ങനെ അതിലൂടെ അങ്ങനെ പോയ ഒരാളാണ്. ഹാർഡ് വർക്കിലൂടെ ഷോട്ടുകളൊക്കെ ഇങ്ങനെ അച്ചീവ് ചെയ്ത് പോയ ഒരാളാണ്. സച്ചിൻ വേണമെങ്കിൽ കുറേ ആൾക്കാർക്ക് കുറേ ടിപ്സ് പറഞ്ഞു കൊടുക്കാനുണ്ടാവും. അത്രയും നോളജ്, ക്രിക്കറ്റിനെ പറ്റിയ നോളജ് സച്ചിനുണ്ട്. ആ നോളജ് കോഹ്ലിക്ക് ഇല്ല. ഞാൻ പേഴ്സണലായിട്ട് മനസ്സിലാക്കി വെച്ചിട്ട് കോഹ്ലി കളിക്കുന്നു, ഷോട്ടുകൾ എക്സ്പ്ലോർ ചെയ്യുന്നു, ഹാർഡ് വർക്ക് ചെയ്യുന്നു. അതാണ് പുള്ളിയുടെ ഒരു പരിപാടി. സച്ചിൻ എന്ന് പറയുമ്പോൾ ഒരു ടെക്നിക്കൽ സൈഡ് ഒത്തിരി ഉണ്ട് സച്ചിന്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ സച്ചിൻ ബാറ്റ് ഹോൾഡ് ചെയ്യുന്നതും സച്ചിൻ്റെ ബാക്ക് ലിഫ്റ്റ് നിൽക്കുന്നതും പൊസിഷൻ ചെയ്യുന്നതും ഫുഡ് വർക്കിൽ എത്ര കാര്യങ്ങൾ വരുന്നതും ഇതെല്ലാം സച്ചിൻ പഠിച്ചുണ്ടാക്കിയതാണ്. കോഹ്ലി ഇത് ചെയ്യുന്നുണ്ട്. കോഹ്ലി ആ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് അത് ചെയ്തു പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും രണ്ടുപേരും അടിപൊളി തന്നെയാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. പക്ഷേ ഇതാണ് എനിക്ക് അതിനകത്ത് ആ ഒരു വ്യത്യാസത്തിൽ പറയാനുള്ളത്. ഇനി അങ്ങോട്ടേക്ക് BCCI ഇങ്ങനത്തെ ഉടായ്പ കാണിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാര്യം കയ്യിൽ കിടന്ന വെച്ച ടെസ്റ്റ് സീരീസുകളാണ്. ഇതൊക്കെ കളഞ്ഞു കുളിച്ചിട്ടും കൺമുമ്പിലൂടെ എന്താണ് നടക്കുന്നത് മനസ്സിലാക്കിയിട്ടും അതിനൊരു മാറ്റം വരുത്താനോ അതിലൊരു ചേഞ്ചസ് കൊണ്ടുവരാനോ നോക്കിയില്ല എന്നുള്ളതാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ള കാര്യം. അതിന് വലിയ വില തന്നെയാണ് കൊടുക്കേണ്ടി വന്നിട്ടുള്ളത്. എന്തായാലും ഓസ്ട്രേലിയ നന്നായിട്ട് കളിച്ചു, അവർ പോലും വിചാരിക്കും. പിന്നെ ഇന്ത്യ ഇങ്ങനെ ടെസ്റ്റിൽ തോക്കേണ്ട ഒരു ടീമല്ല. എനിക്ക് അതാണ് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ ഒരു കാര്യം. ഇന്ത്യ ഇങ്ങനെ ടെസ്റ്റിൽ തോക്കേണ്ട ഒരു ടീമേ അല്ല. കാര്യം അതൊക്കെ നമ്മൾ തോക്കുമായിരുന്നു. ഗാംഗുലിക്ക് മുന്നേ ഒരു കാലഘട്ടത്തിൽ തോക്കുമായിരുന്നു. ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് വീഡിയോയിൽ പറഞ്ഞതാണ്, ഗാംഗുലിക്ക് ശേഷം ഇന്ത്യ ഈ ക്രിക്കറ്റിൽ നേടിയെടുത്തൊരു അപ്രമാദിത്വമുണ്ട്. ഇന്ത്യനെ പോലെ ഇത്ര പ്ലാൻ ചെയ്ത് ഇത്ര വർക്കൗട്ടിലൂടെ ഇത്ര പ്ലാനിങ്ങിൽ ഇത്ര ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടൊരു ഒരു രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു ടെസ്റ്റ് ടീം, എത്ര അച്ചടക്കത്തോടുകൂടിയുള്ള ടെസ്റ്റ് ടീമാണ്. ഇതേപോലെ ഒന്നും അല്ല ബാക്കി ആൾക്കാർ കളിക്കാൻ പറ്റുന്നത്. പക്ഷേ എന്നിട്ട് പോലും
ഇന്ത്യക്ക് ഈ ഒരു അവസ്ഥ തോക്കുമ്പോൾ അത് ജഡ്ജ് ചെയ്യാനോ അതിനെ മാറ്റാനോ ശ്രമിച്ചില്ല എന്നുള്ളതാണ്. അത് ഈ ബ്രാൻഡിങ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇപ്പോൾ രോഹിത് ശർമ്മയ്ക്ക് ഒരു ബ്രാൻഡ് ഉണ്ട്, ഇന്ത്യൻ ക്രിക്കറ്റിന് ഒരു ബ്രാൻഡ് ഉണ്ട്. ശരിക്കും ഇപ്പോൾ പുതിയ തലമുറകൾക്ക് അല്ലെങ്കിൽ വരുന്ന ആൾക്കാർ ക്രിക്കറ്റിനെ നിലനിർത്താൻ പറ്റിയ ഒരു ബ്രാൻഡിങ് ഇല്ലാത്തതുകൊണ്ടാണോ ഇവർ ചെയ്ത ഈ കാര്യങ്ങൾ ഇന്ത്യ കണ്ണടച്ച് കളയുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴും കോഹ്ലി രോഹിത് ശർമ്മയെ വിരമിക്കാനായിട്ട് എന്തെങ്കിലും പറയുമെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാര്യം ഇന്ത്യക്ക് വേറെ ആളില്ല, ആശ്രയിക്കാൻ ഒരാളില്ലാത്തതുകൊണ്ടായിരിക്കാം, അറിയില്ല. എന്തായാലും ഒരു വലിയൊരു പ്രശ്നത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചിരിക്കുകയാണ്. ഇന്ത്യന് ചെയ്യേണ്ടത് ഇതേപോലെയുള്ള നല്ല നല്ല കളിക്കാരായി, ഇപ്പോൾ നമ്മുടെ എത്ര റഹാനയ്ക്ക് പോലെ വന്ന നമ്മുടെ ഋതുരാജ് ഗെയ്ക്വാദ്, അങ്ങനെയുള്ള നല്ല ബെസ്റ്റ് ക്വാളിറ്റി ഷോട്ട്സ് കയ്യിലുള്ള ആൾക്കാരുണ്ട്. അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക, അമിതമായിട്ട് കളികൾ കൊടുത്ത് അവരെ നശിപ്പിക്കാണ്ടിരിക്കുക. 2020 അവരെ എക്സ്പ്ലോർ ചെയ്യുന്ന വൺഡേയിലും അങ്ങനെ തന്നെ ഉപയോഗിക്കുക. വൺഡേയിലും ടെസ്റ്റിലും മാത്രമായിട്ട് ഋതുരാജ് ഗെയ്ക്വാദിനൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു അസറ്റാണ്. അതേപോലെ ജയ്സ്വാളിനെയൊക്കെ കംപ്ലീറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഏത് വലത്തേക്ക് പോകുമെന്നറിയില്ല. നിതീഷ് റാണ റെഡ്ഡി അതും ഓൾറൗണ്ടറാണ്. അത് അവസാനം ഈ ടെസ്റ്റിലും കൂടിയൊക്കെ കളിപ്പിച്ച് അവൻ പണ്ട് ഈ ഹാർദിക് പാണ്ഡ്യയ്ക്ക് വന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. ഫിസിക്കലി ആൾ തളരും. ബുംറയ്ക്ക് ഇപ്പോഴത്തെ അവസ്ഥ, ബുംറയ്ക്കും പരിക്കുകൾ വരാൻ സാധ്യതയുള്ള ഒരാളാണ്. പുള്ളി പിടിച്ച് നിർത്തിയൊക്കെ രീതിയിൽ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് വന്നു കഴിഞ്ഞാൽ കളിക്കണമെന്നുള്ള രീതിയിൽ പുള്ളി മാറി നിന്ന് വന്ന ഒരാളാണ്. പക്ഷേ അതിപ്പോൾ ആ വഴിക്കായി. ഇനി പ്രത്യേകിച്ച് ഇതിൻ്റെ അത് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇന്ത്യ ട്രൈ ചെയ്തു ഈ അവസാന ടെസ്റ്റ് ജയിക്കാനായിട്ട്. അത് നല്ലൊരു കളി തന്നെയായിരുന്നു. കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള കളികൾ നോക്കുമ്പോൾ തോൽവിക്ക് ചാൻസ് തോറ്റെങ്കിൽ പോലും ജയിക്കാനുള്ള സാധ്യത ബാക്കിയുള്ള ടെസ്റ്റുകൾ വെച്ച് നോക്കുമ്പോൾ ഈ ടെസ്റ്റിന് കൂടുതലായിരുന്നു. കാര്യം ഫസ്റ്റ് ദിവസം തന്നെ ഇന്ത്യ 157 കളിച്ച് അവർ 170 സംതിങ്ങിൽ ഓൾ ഔട്ടായി. സെക്കൻഡ് ഇന്നിങ്സ് വരുന്നു, ഇന്ത്യ ഫൈറ്റ് ചെയ്ത് തന്നെയാണ്. സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഇത് പറ്റിയില്ല. പിച്ച് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് പിച്ച് ആ സമയത്ത് അവർ രാത്രിയിലായിരിക്കും പറഞ്ഞാൽ ഇത് കളിക്ക് ശേഷമുള്ള പിച്ച് ഒന്നുകൂടി റെഡിയാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാര്യം അവരുടെ 3 വിക്കറ്റിന് പോയതിന് ശേഷം, സെക്കൻഡ് ഇന്നിങ്സിൽ 3 വിക്കറ്റ് പോയതിന് ശേഷം അവർ പെട്ടെന്നാണ് ആ വിന്നിങ്ങിലേക്ക് എത്തിയത്. ചിലപ്പോൾ അവരുടെ ഓസ്ട്രേലിയയുടെ ശരിക്കുള്ള പവർ അതാണ്. അത് ചിലപ്പോൾ അവർ എത്തിയിട്ടുണ്ടാകും. നമ്മുടെ ഏകദിന വേൾഡ് കപ്പിൽ അവസാനം അവർ കാണിച്ച പോലെ 2-3 വിക്കറ്റ് പോയി പിന്നെ ഓസ്ട്രേലിയ അങ്ങോട്ട് കളിച്ചു പോകും. അതേപോലെ തന്നെ അവർ ഇവിടെയും കളിച്ചു ലാസ്റ്റ് ഇന്നിങ്സിൽ. എന്തായാലും അത്രേ പറയാനുള്ളൂ. ശരി, ബൈ.